ക്രിപ്റ്റോ കറൻസി വഴിയുള്ള മയക്കുമരുന്ന് വിൽപ്പന കേസിൽ അന്വേഷണം ഊർജിതമാക്കി NCB. കെറ്റാമലോൺ ലഹരി ശൃംഖല ഡാർക്ക്നെറ്റ് വഴി ഒരു മാസം കൈകാര്യം ചെയ്തത് 10,000 LSD ബ്ലോട്ടുകളാണ്. പിടിയിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ഡാർക്ക്നെറ്റിലെ പ്രധാന കണ്ണിയെന്നും NCB വ്യക്തമാക്കി. കുപ്രസിദ്ധ ലഹരി വിൽപ്പന സംഘം ട്രൈബ്സീസസ് ഗ്രൂപ്പുമായും എഡിസന് അടുത്ത ബന്ധമാണുള്ളത്. അറസ്റ്റിലായ എഡിസനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇയാളുടെ സഹായിയും NCBയുടെ കസ്റ്റഡിയിലുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഡാർക്ക്നെറ്റിലെ വൻ തിമിംഗലമാണ് ഈ എഡിസൺ. മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ എന്നാണ് NCB വ്യക്തമാക്കുന്നത്. കൂടുതൽ പേർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മലയാളികൾക്ക് പങ്കുണ്ടോ? എങ്ങനെയായിരുന്നു ഈ സംഘത്തിൻ്റെ ഈ ഡാർക്ക്നെറ്റ് വഴിയുള്ള ലഹരി ഇടപാടുകൾ? ടോം, കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഇവരുടെ ഈ രീതിയിലുള്ളൊരു പ്രവർത്തനം തുടരുകയായിരുന്നു എന്നാണ് NCB കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി NCBയുടെ ഒരു നിരീക്ഷണത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇവരെക്കുറിച്ച് വ്യക്തമായ ഒരു രീതിയിലേക്ക് പോകാനായിട്ട് NCBക്ക് കഴിഞ്ഞില്ല. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് എന്ന രീതിയിലേക്കൊന്നും വലിയ രീതിയിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സാങ്കേതിക വിദ്യയിൽ അവർ ഒരു പക്ഷേ മറ്റ് നിലവിലെ നിയമ സംവിധാനങ്ങളെക്കാൾ അപ്പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്കെല്ലാം ഇത്തരം ഈ കച്ചവടക്കാർ മാറുന്ന അവരൊരു നെറ്റ്വർക്കിംഗ് ശൃംഖല എന്ന് പറയുന്നത് അത്ര കണ്ട വിപുലവും സുശക്തവുമായ രീതിയിലേക്കെല്ലാം തന്നെ മാറിയിരുന്നു. അതുകൊണ്ട് ഇവരിൽ നിന്ന് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക, ഇവരുടെ ഒരു പ്രവർത്തന രീതി അത് മനസ്സിലാക്കിയെടുക്കുക കുറച്ച് ദുഷ്കരം തന്നെയായിരുന്നു. എങ്കിലും അതിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത് ജൂൺ 28-നാണ്. അതിൽ കൊച്ചിയിലേക്ക് എത്തിയ പാർസൽ, അത് 3 പാർസലുകൾ വന്നിരുന്നു. അത് സംശയാസ്പദമായി, പ്രത്യേകിച്ച് NCB ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കൊറിയർ വഴി, തപാൽ വഴി ഈ രീതിയിലുള്ള ലഹരി മരുന്ന് ഇടപാടുകൾ നടക്കുന്നത് നേരത്തെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്ര വലിയ ക്വാണ്ടിറ്റിയിലേക്ക് കാര്യങ്ങൾ വരിക, ഇങ്ങനെ യഥേഷ്ടം ഇവർക്ക് അത് ചെയ്യാവുന്ന മേഖലയാക്കി ഇവർ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നൊരു സംശയവുമുണ്ടായിരുന്നു. അങ്ങനെ സംശയിക്കുന്ന ഇടയിലും നിരീക്ഷണത്തിനുമിടയിലായിരുന്നു ഇവരുടെ ഒരു 3 കൊറിയർ ഇവിടേക്ക് എത്തുന്നത്, തപാൽ എത്തുന്നത്. ഇതിനുശേഷം ഇത് ഏത് രീതിയിൽ ആണ് ഇത് ഇവിടേക്ക് എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇതെല്ലാം മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസണിലേക്കാണ് ഈ അന്വേഷണം എല്ലാം തന്നെ ചെന്നെത്തി നിൽക്കുന്നത്. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് പരിശോധന നടത്തുന്നത്. കാരണം ഏതാണ്ട് ഒരു രൂപം ഈ ശൃംഖലയെക്കുറിച്ച് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഈ പരിശോധന നടത്തുമ്പോഴാണ് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ ലഭിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഈ കൊറിയർ വഴി വന്ന ഈ ലഹരിക്ക് തന്നെ ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ വില വരുന്ന രീതിയിലുള്ളതാണ്. പിന്നീട് അത് തന്നെയാണ് NCBയുടെ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏകദേശം 4 മാസത്തോളം ഈ സംഘത്തെ നിരീക്ഷിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഡാനി സൂചിപ്പിച്ചതുപോലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന, ഏകദേശം 35 ലക്ഷത്തോളം വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. 2 വർഷത്തോളമായി ഈ ഒരു ഡാർക്ക്നെറ്റ് വഴിയുള്ള ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നാണ് NCBയുടെ അന്വേഷണത്തിൽ വ്യക്തമായതും. എങ്ങനെയാണ് ഈ സംഘത്തിലേക്ക് NCBക്ക് എത്താൻ കഴിഞ്ഞത്? ഇതിന് പിന്നിൽ വലിയൊരു രാജ്യാന്തര ലഹരി ശൃംഖലയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന സംശയത്തിലേക്ക് തന്നെയാണോ, അങ്ങനെയാണോ ഈ ഒരു സംഘത്തിലേക്ക്, മൂവാറ്റുപുഴ സ്വദേശിയിലേക്ക് അന്വേഷണം എത്തുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇവർക്ക് രാജ്യാന്തര ശൃംഖലയുമായിട്ട്, ഇപ്പോൾ ട്രൈബ്സീസസ് അവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അത് UK ബേസ് ചെയ്തുള്ളൊരു അന്താരാഷ്ട്ര ലഹരി ശൃംഖലയുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇതിനെല്ലാം തന്നെ പിറകിലുള്ളത്. ഇവരുമായിട്ടെല്ലാം തന്നെ ഇയാളെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് അവരുടെ നെറ്റ്വർക്കിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഈ ലഹരി വസ്തുക്കളെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്യുന്നത്. LSD സ്റ്റാമ്പുകൾ അടക്കം ഇവിടേക്ക് നിർലോഭം എത്തുന്ന രീതിയിലേക്കല്ല ഇവരെ ഈ ശൃംഖല വികസിച്ചിരുന്നു. കാരണം ഇവരൊരു ലെവൽ 4 എന്ന രീതിയിലാണ് ഇയാൾ വർക്ക് ചെയ്തിരുന്നത്. കാരണം അങ്ങനെ അവരുടെ ഒരു അടുത്ത കസ്റ്റമർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അടുത്ത ഇടപാടുകാർക്കെല്ലാം അങ്ങനെ ഒരു ടയർ ലെവൽ സിസ്റ്റം നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ 5 ലെവൽ വരെയാണുള്ളത്. ഇതിൽ ഇയാൾ 4ാമത്തെ ഇതിൽ പെടുന്നയാളായിരുന്നു ഇയാളുടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടെല്ലാം തന്നെ വളരെ അടുത്ത ബന്ധം ഇയാൾ പുലർത്തിയിരുന്നു എന്നതാണ് നമ്മൾ അറിയുന്നതേ ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഈ കൊച്ചിയിൽ നിന്ന്, മൂവാറ്റുപുഴയിൽ നിന്ന് ഒരാൾ ഈ രീതിയിലുള്ളൊരു വൻ ശൃംഖലയുടെ, വൻ ലഹരി ഇടപാട് കണ്ണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് ഇവിടെ വർത്തിക്കുന്നു എന്ന വിവരം പോലും വളരെയധികം ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം ഇവിടെ അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും നിരീക്ഷണത്തിലേക്ക് വന്നുവെങ്കിലും വ്യക്തമായ തെളിവുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് NCBക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. പക്ഷേ അത് വളരെ കൗശലപൂർവ്വം നീങ്ങിയതുകൊണ്ട് കഴിഞ്ഞ ദിവസം അത് സാധ്യമായിരുന്നു. ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിലവിൽ
മറ്റ് 5 പേർ കൂടി ഈ ചോദ്യം ചെയ്യലിലുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും പുറത്തേക്ക് വരേണ്ടതുണ്ട്. നിലവിൽ NCB ലഭ്യമാക്കിയിരിക്കുന്നതനുസരിച്ച് ഇന്ത്യയിലെ വൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ വിൽപ്പന നടന്നിരുന്നത്. അതിൽ കൊച്ചിയും എല്ലാം തന്നെ ഉൾപ്പെടുകയും ചെയ്തു. എല്ലായിടത്തേക്കും ഇവരുടെ സംഘം തന്നെയായിരുന്നു മുഴുവനായും ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത്. ഒരു LSD ബ്ലോക്കിന് ഏതാണ്ട് 2000 മുതൽ 5000 രൂപ വരെയാണ് ഇവർ ചാർജ് ചെയ്തിരുന്നത്. അങ്ങനെ ലക്ഷങ്ങൾ ആണ് ഈ രീതിയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. എല്ലാം ക്രിപ്റ്റോ കറൻസി എന്ന രീതിയിലേക്ക് ഇടപാടുകൾ മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ ഇടപാടുകാരെ, ലഹരി ഉപഭോക്താക്കളെ അവരെ പിടിച്ചു നിർത്തുന്നതിനെല്ലാം ഇയാൾ ഡിസ്കൗണ്ട് സ്കീമുകളെല്ലാം തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നു എന്നൊക്കെയാണ് NCBയിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ കണ്ണി മുറിയാതെ അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ, കൂടുതൽ ആളുകളിലേക്ക് കൊണ്ടുവരുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജുകളടക്കം നടത്തി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് എത്ര കണ്ട ഇവർ സ്വാധീനം ചെലുത്തിയിരുന്നു, എത്ര കണ്ട വിപുലമായിരുന്നു, ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ലഹരി മാഫിയ എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡാനി, ഇവിടെ ഈ ഒരു മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ഈ ഒരു ശൃംഖലയിലൊരു കണ്ണി മാത്രമാകാം. ഇതിന് പിന്നിൽ രാജ്യത്ത് തന്നെ വലിയൊരു സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. നിരവധി മലയാളികളായിട്ടുള്ള യുവാക്കൾ ഈ ശൃംഖലയുടെ ഭാഗമാകാം. ഇനി ഇതിൻ്റെ അന്വേഷണം ഏത് തലങ്ങളിലാകും? മാത്രമല്ല, ഇതോടൊപ്പം അറിയേണ്ടത്, ഏകദേശം ഇയാളുടെ വീട്ടിൽ നിന്നും, ഈ എഡിസന്റെ വീട്ടിൽ നിന്നും 35 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇതിൻ്റെ ഇടപാടുകൾ നേരത്തെ സൂചിപ്പിച്ച ഡാർക്ക് നെറ്റ് വഴിയാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇയാളുടെ വീട്ടിലേക്ക് ഇത്രയും വലിയൊരു അളവിലുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നത്? അത് വിദേശത്ത് നിന്നാണോ അതോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നാണോ? ഇത്തരം കാര്യങ്ങളിൽ NCBക്ക് വ്യക്തത വന്നിട്ടുണ്ടോ? ഈ കാര്യങ്ങളിൽ NCB പറയുന്നത് ഇയാൾക്ക് UK ബേസ് ചെയ്തുള്ള ഈ ട്രൈബ്സ് അവരുമായിട്ടെല്ലാം തന്നെ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന്, അവർ വഴിയാണ് ഈ ഇത്തരം കാര്യങ്ങൾ, ലഹരി വസ്തുക്കൾ ഇവരിലേക്ക് എത്തുന്നത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് നേരിട്ട്, UK നിന്ന് നേരിട്ട് ആകുന്ന രീതിയിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല. കാരണം ഇവർക്ക് ഈ ചെയിൻ നെറ്റ്വർക്ക് ഉള്ളത് സ്ഥിരീകരിച്ചിട്ടുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് കൃത്യമായും മുംബൈയും ഡൽഹിയും ഭോപ്പാൽ തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ, അങ്ങനെ ഈ ടയർ 1 നഗരങ്ങളിൽ പെടുന്ന ഇവിടങ്ങളിലെല്ലാമാണ് ആദ്യമായി വലിയ ശൃംഖലയുണ്ടാകുന്നത്. അവിടെ നിന്ന് ഒരുപക്ഷെ ഇവിടേക്ക് വരുന്നതാകാം. അവിടേക്ക് എത്തിയതിനു ശേഷം മറ്റ് ഇടപാടുകാർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സുശക്തമായൊരു ശൃംഖലയുണ്ട്. ഒരുപക്ഷെ എഡിസൺ തന്നെ ആയിരിക്കില്ല ഇത് മുഴുവനായിട്ട് തന്നെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ എഡിസൺ എന്ന് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇനിയും കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരാനുണ്ട്. ഇതേപോലെ എഡിസനെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കൂടുതൽ പേർ തീർച്ചയായും രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എഡിസനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ NCB പറയുന്നുമില്ല. കാരണം ഇത് പുറത്ത് പോകാതെ തന്നെ, കൂടുതൽ ഇയാളുടെ വസ്തുതകൾ പുറത്തു പോകാതെ തന്നെ കൂടുതൽ അന്വേഷണങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിലായിരിക്കാം ഇനി കൂടുതൽ ആളുകൾ ഉണ്ടാകുക, അവരുടെ പേരുവിവരങ്ങൾ പുറത്തു വരിക. ഏതായാലും നിലവിൽ എഡിസണൊപ്പം തന്നെ 5 പേരെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ആരും തന്നെ വിട്ടയച്ചിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങളും വരേണ്ടതുണ്ട്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു